ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. യഹൂദനായ ഒരു പണക്കാരൻ, ഉണ്ണാനും ഉടുക്കാനും അയാൾക്ക് വേണ്ടുവോളവും അതിലേറെയും, ശുശ്രൂഷിക്കാനും സ്തുതി പാടാനും ഇഷ്ടം പോലെ ആളുകൾ. പക്ഷെ അയാൾക്കൊരു കാര്യത്തിൽ മാത്രം വലിയ കുറവുണ്ടായിരുന്നു: മനഃശാന്തി. പിശുക്കനായിരുന്നെങ്കിലും സ്വന്തം ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണല്ലോ എന്ന് കരുതി അയാൾ വിദഗ്ധരായ പല മനഃശാസ്ത്രജ്ഞന്മാരെയും കണ്ടു. പക്ഷെ അവരുടെ ഉപദേശവും ചികിത്സാവിധികളൊന്നും അയാളുടെ മനസ്സിന് ശാന്തി പ്രദാനം ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഹൂദരുടെ ആധ്യാത്മിക ആചാര്യന്മാരിൽ ഒരാളായ ഒരു റബ്ബിയെക്കുറിച്ച് അയാൾ കേൾക്കാനിടയായത്. വലിയ തിരക്കുള്ള ആളായിരുന്നു ആ റബ്ബി. എങ്കിലും തൻ്റെ ഉപദേശം തേടാൻ എത്തിയ അയാളെ റബ്ബി സന്തോഷപൂർവ്വം സ്വീകരിച്ചു. റബ്ബിയെ കണ്ടപാടെ വലിയ മുഖവരിയൊന്നും കൂടാതെ അയാൾ തൻ്റെ അശാന്തിയുടെ കഥ പറയാൻ തുടങ്ങി. അയാൾ അധികം സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ റബ്ബിക്ക് അയാളുടെ രോഗം എന്തെന്ന് മനസ്സിലായി. അല്പം നേരം കൂടി അയാളുടെ കഥ കേട്ടിരുന്ന ശേഷം റബ്ബി അയാളെ അവർ ഇരുന്നിരുന്ന മുറിയിലെ ജനാലയുടെ അരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റബ്ബി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ അയാൾ അന്ധാളിച്ചു നിൽക്കുമ്പോൾ ജനാലയിലൂടെ ചില്ലിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കുവാൻ റബ്ബി അയാളോട് ആവശ്യപ്പെട്ടു. അയാൾ അങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റബ്ബി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇപ്പോൾ കാണുന്നത്? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നത് ഞാൻ കാണുന്നു. അയാൾ മറുപടി പറഞ്ഞു. അപ്പോൾ റബ്ബി അയാളെ ആ മുറിയിലുണ്ടായിരുന്ന വലിയൊരു കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? ഇപ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നു, അയാൾ ഉത്തരം നൽകി. റബ്ബി പറഞ്ഞു, പ്രിയ സുഹൃത്തെ, ജനാല ഗ്ലാസ്സാണ്, കണ്ണാടിയും ഗ്ലാസ്സാണ്. എന്നാൽ കണ്ണാടി ഗ്ലാസ്സിന് പിന്നിൽ അല്പം മെർക്കുറി പെയിൻ്റ് ഉണ്ട്. അതുമൂലമാണ് ആ ഗ്ലാസ്സിൽ നോക്കിയാൽ മറ്റുള്ളവരെ കാണുവാൻ സാധിക്കാതെ നിങ്ങളെ മാത്രം നിങ്ങൾ കാണുന്നത്. ഒരു നിമിഷ നേരത്തെ മൗനത്തിന് ശേഷം റബ്ബി തുടർന്നു, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾക്ക് കുറേ പണമുണ്ടായി. ഈ പണം മെർക്കുറി പെയിൻ്റ് പോലെ നിങ്ങളെ മാത്രം പ്രതിഫലിപ്പിക്കാനിടയാക്കുന്നു. പണം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളെ മാത്രമല്ലാതെ മറ്റാരെയും കാണുന്നില്ല. പണം മറ്റുള്ളവരിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്ന മറയാകാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. പണം നമ്മുടെ നന്മയ്ക്കെന്ന പോലെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും വിനിയോഗിക്കേണ്ടതാണ്. നമുക്കധികം പണമില്ലെങ്കിൽ പോലും ഉള്ളതിൻ്റെ ഒരു ഓഹരി നമ്മേക്കാൾ നിർഭാഗ്യവാന്മാരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ നാം തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ മനഃശാന്തി കടന്നു വരുമെന്നും തീർച്ചയാണ്. പണവും സമ്പത്തുമൊക്കെ നമ്മെ മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കുന്നതിനും അകറ്റുന്നതിനും പകരം അവ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അടുത്തു ചെല്ലാൻ നമ്മെ സഹായിക്കണം.